നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് ഇന്നത്തെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ അതിഥിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട്. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രവാഹം എന്ന് പറയുന്നത് അതൊരു അത് നമുക്ക് പറയുന്നതിനപ്പുറത്താണ്. എല്ലാവരും വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന, വ്യക്തിപരമായി ഞാനും ആദരിക്കുകയും ഒരുപാട് സ്നേഹിക്കുകയും എല്ലാവർക്കും ഒരു കരുതലും തണലുമൊക്കെ ആകുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹം. ഒരുപാട് അലങ്കാരിതമായി പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഇന്ന് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യാം. എല്ലാവരും വളരെയധികം സ്നേഹത്തോടെ വിളിക്കുന്ന, പുത്തൂർ എന്ന് വിളിക്കുന്ന ശ്രീ അബ്ദുൾ റഹ്മാൻ പുത്തൂർ. നമസ്കാരം സർ, സ്വാഗതം. എന്തുണ്ട് വിശേഷം? സുഖമായി പോകുന്നു. കോവിഡ് അല്ലേ, കോവിഡിന്റെ ഇങ്ങനെ ഹാങ് ഓവറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാലം കോവിഡിന്റെ കാര്യത്തിലൂടെ നമ്മൾ പോയി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം സാർ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് 40 വർഷത്തിലേറെയായി അല്ലേ? യെസ്, 40 വർഷത്തോളായി. നമ്മൾ ആരും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചല്ല ഒരു പ്രവാസ ലോകത്തേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം, ഒരു പ്രവാസിയായി മാറാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? ഞാൻ ഒരിക്കലും ഒരു പ്രവാസിയാവണമെന്ന് ഉദ്ദേശിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. സത്യത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നല്ല പങ്ക് വഹിക്കുന്ന കാലമാണ്. ഞാൻ ജില്ലാ MSFൻ്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ മറ്റു പാർട്ടികളുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു. അപ്പോൾ അവിടെ തന്നെ നാട്ടിൽ തന്നെ നിൽക്കണമെന്നായിരുന്നു എൻ്റെ ആശ. ആ സമയത്താണ് ഈ 1980 മലപ്പുറം വെടിവെപ്പ്, അതായത് ഒരു ഭാഷാ സമരം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അതായത് അറബി ഉറുദു സംസ്കൃത ഭാഷകൾ അവർക്ക് പ്രത്യേക നിയമങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവന്നു. അതായത് ക്വാളിഫിക്കേഷൻ, അക്കോമഡേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പിന്നെ ക്ലാരിഫിക്കേഷൻ, ഡിക്ലറേഷൻ. അതായത് അറബി ഭാഷ പഠിക്കണമെങ്കിൽ പിതാവ് പോയിട്ട് എഴുതി കൊടുക്കണം, എൻ്റെ കുട്ടി മറ്റൊരു ഭാഷയും പഠിക്കില്ല എന്ന് എഴുതി കൊടുക്കുക. അതാണ് ഡിക്ലറേഷൻ. മറ്റൊന്ന്, അറബി പഠിക്കണമെങ്കിൽ ആ അറബിക്കായിട്ട് പ്രത്യേക സ്കൂൾ സൗകര്യം വേണം, റൂമുകൾ ഉണ്ടാക്കി കൊടുക്കണം. സാധാരണ കാലങ്ങളിലൊക്കെ നമ്മൾ അറബി മലയാളം ഈ ക്ലാസ്സിൽ നിന്ന് അങ്ങോട്ട് പോവുക, മലയാളം കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് പോവായിരുന്നല്ലോ. അതിന് പകരം അറബി പഠിക്കണമെങ്കിൽ പ്രത്യേക ക്ലാസ് ബിൽഡിംഗ് വേണം എന്ന ഒരു തീരുമാനം. അതാണ് കോളേജിന്റെ തീരുമാനമായിരുന്നോ? അല്ല, ഗവൺമെന്റ് പുതിയ നിയമം കൊണ്ടുവന്നു, നായനാർ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം. പിന്നെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി വേണം, അതായത് ഈ അറബിക്ക് അഫ്സൽ വിലമ പോരാ എന്ന ഒരു പ്രത്യേക B.Ed. ഇപ്പം ഇവിടെയൊക്കെ ഉള്ള പോലെ സ്കൂളുകളിലുള്ള പോലെ അത് പാടും. അപ്പം അത് കരുതിക്കൂട്ടി അറബി ഭാഷ സ്കൂളുകളിൽ ഒഴിവാക്കാൻ കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു അത്. അപ്പം അതിനെതിരെ അന്ന് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ ഐതിഹാസിക സമരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് MSF അതിൽ പങ്കെടുത്തു. ആ സമരത്തിൽ അന്ന് മലപ്പുറത്ത് വെച്ച് എല്ലാ കലക്ട്രേറ്റുകളും ഞങ്ങൾ പിക്കറ്റ് ചെയ്തു. അതിന് നേതൃത്വം കൊടുത്ത യൂത്ത് ലീഗിൻ്റെ ആ സമരത്തിൽ MSFനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ചുമതല എനിക്കുണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ച് ഒരു പോലീസുകാരൻ മരിച്ചു, 3 യൂത്ത് ലീഗിൻ്റെ ആൾക്കാർക്ക് വെടിയേറ്റു, ഒരു 500-ലധികം ആളുകൾക്ക് വെടിയേറ്റ് പരിക്ക് പറ്റി, ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലായി. എനിക്ക് അതിൻ്റെ ഇടയിൽ വെടിയേറ്റു. ഞാനും 3-4 മാസക്കാലം ഹോസ്പിറ്റലിലായി. ഞാൻ മഞ്ചേരി ഹോസ്പിറ്റലായിരുന്നു ആദ്യം പരിക്ക് പറ്റിയിട്ട്. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ നിന്ന് ഞാൻ റിലീസ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഒരുപാട് കേസുകൾ എൻ്റെ പേരിൽ, അതായത് വെടി പോലെ അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന് ഞാൻ മലപ്പുറം പാലം പൊളിച്ചു, മലപ്പുറം കോളേജ് ഹൈസ്കൂളിൽ കല്ലെറിഞ്ഞു, അങ്ങനെ ഒരുപാട് കേസുകൾ എൻ്റെ പേരിൽ. രാഷ്ട്രീയ പ്രേരിതമായിരുന്നു, രാഷ്ട്രീയ പ്രേരിതമായിരുന്നു അത്. അല്ലാതെ എങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുക, ഞാൻ എങ്ങനെ അവിടെ പോയി കല്ലെറിയുക, ഞാൻ എങ്ങനെയാണ് പാലം പൊളിക്കുക? അപ്പം അതൊക്കെ ഉള്ള കേസുകളായി. ഒരു എസ്കേപ്പ് ആയിരുന്നു റിയലി
ഫ്രം ഇന്ത്യ ടു ദുബായ്. ഓക്കെ. അപ്പം ഒരു മെക്കാനിക്കിൻ്റെ വിഷയത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. ഒരുപാട് രസകരമായ ചരിത്രമുണ്ട് അതിൻ്റെ ബാക്കിൽ. എൻ്റെ ഫ്രണ്ട് എനിക്ക് വിസ അയച്ചു തന്നത് മെക്കാനിക്കാണ്. അപ്പോൾ ആ കാലത്ത് ഈ മെക്കാനിക്കിൻ്റെ വിഷയിൽ വന്ന മെക്കാനിക്കിൻ്റെ ജോലി ചെയ്യണം. പഞ്ചാബ് നാഷണൽ പിന്നെ ട്രാൻസ്പോർട്ട് കമ്പനി എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു എനിക്ക്. അത് ഇവിടുത്തെ ഷെയ്ഖിൻ്റെ കമ്പനിയായിരുന്നു. ഞാൻ വന്ന് നോക്കുമ്പോൾ അവർ എനിക്ക് തന്നെ ജോലി, എനിക്ക് മെക്കാനിക്ക് അറിയില്ല എന്താണ് പിന്നെ മെക്കാനിക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് വണ്ടി നന്നാക്കുക, എങ്ങനെയാണ് അതും ഈ പറയുന്ന വലിയൊരു ട്രാൻസ്പോർട്ട് കമ്പനീൻ്റെ വർക്ക്ഷോപ്പിലാണ് എന്നെ കൊണ്ട് ജോലിക്ക് ആക്കിയത്. പല ദിവസങ്ങളും ഞാൻ അങ്ങനെ കഷ്ടപ്പെടും. എന്നോട് അത് ക്ലീൻ ചെയ്യുക, ഇത് ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറയും. ഇത് ക്ലീനിങ് ബോയിൻ്റെ ജോലിയായിരുന്നു സത്യത്തിൽ. ഈ എൻജിൻ പെട്രോൾ കൊണ്ട് ക്ലീൻ ചെയ്യുക. ഞാനാണെങ്കിൽ അന്ന് വളരെ ഒരു ചെറിയ സാധനമാണ്, വളരെ മെലിഞ്ഞ പയ്യൻ. 22 വയസ്സ് പ്രായമുള്ളൂ, 23 വയസ്സ്. എൻ്റെ മോൻ്റെ ഒക്കെ പ്രായം, എൻ്റെ മീൻ്റെ ഒക്കെ പ്രായം. അങ്ങനെ ഈ വലിയ ടയറൊക്കെ മാറ്റാൻ വേണ്ടി എന്നോട് പറയും. ഞാൻ എന്താ ചെയ്യാ, വല്ല കൊതുകിലെ പോലെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് പിടിച്ച കയ്യിൽ നിൽക്കണ്ടേ. അങ്ങനെ തളർന്ന് വീഴുകയൊക്കെ ചെയ്യും. അങ്ങനെ സാഹസപ്പെട്ടു 1 വർഷം ഞാൻ നിലനിന്നു. പിന്നെ എനിക്ക് തോന്നി ഇത് പറ്റില്ല, മടങ്ങി പോവുക നല്ലത്. അപ്പോഴേക്കും പിന്നെ ഗവൺമെൻറ് നിയമങ്ങൾ മാറി, ഞങ്ങൾ സമരം വിജയിച്ചു. അതിൻ്റെ ആ നായനാർ കൊണ്ടുവന്ന നിയമങ്ങളൊക്കെ പിൻവലിച്ചു, കേസുകളൊക്കെ പിൻവലിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഫ്രീ ആയി. അപ്പോൾ എനിക്ക് നാട്ടിൽ പോകാനുള്ള സൗകര്യങ്ങൾ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഞാൻ മടങ്ങി പോവുകയാണ്, ഈ ജോലി എനിക്ക് ഏതായാലും പറ്റില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇവിടെ വന്നില്ലേ, ഏതായാലും ഷെയ്ഖിൻ്റെ അനിയൻ ആണ് ഇതിൻ്റെ ഹെഡായിട്ട്, ഇതിൻ്റെ ഓൾ ഇൻ ഓൾ. അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടാൽ ചിലപ്പം വേറെ വലിയ ജോലിയൊക്കെ കിട്ടുമായിരിക്കും. യു ആർ ക്വാളിഫൈഡ്, എഡ്യൂക്കേറ്റഡ്, ആൻഡ് വൈ കാൻറ്റ് യു അപ്രോച്ച് ഹിം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ എങ്ങനെ പോകും? അപ്പോൾ പറഞ്ഞു ഷെയ്ഖ് ഓരോ വീക്കെൻഡിലും ഫാം ഹൗസിൽ ഫുട്ബോൾ കളിക്കാൻ വരും, ഷെയ്ഖും ടീമും. അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് കിട്ടും. ആ സമയത്ത് ഇത് പറഞ്ഞാൽ മതി, കളി കാണാൻ പോയിട്ട് അവിടെ വെച്ച് കണ്ട് സംസാരിച്ചാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് കളി അവർ. ആ സമയത്ത് ഞാൻ വ്യാഴാഴ്ച ലീവ് എടുത്തിട്ട് നേരത്തെ ഉച്ചക്കേൻ്റെ അവിടെ പോയി ഫാം ഹൗസിൻ്റെ അകത്ത് കളി കാണാൻ എല്ലാവർക്കും. ഇങ്ങനെ കളി കാണാൻ വേണ്ടി ഞാൻ അങ്ങനെ നിന്നു. എല്ലാവരും കൂട്ടത്തിൽ മലയാളികളൊന്നുമില്ല, ഒക്കെ പാകിസ്ഥാനികളാണ്. ദിബയിൽ ദദിന എന്ന സ്ഥലത്താണ് അവരുടെ ഫാം ഹൗസ്, ഇത്തിരി ഉള്ളോട്ട് പോയിട്ടാണ്. അങ്ങനെ ഇങ്ങനെ കളി കാണാൻ നിൽക്കുന്ന അടിയിൽ 5 മണി എല്ലാവരും ടീം, 2 ഷെയ്ഖ് സാലിൻ്റെ ടീം, എതിർ ടീം എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് സാലിൻ്റെ സ്റ്റാഫുകളാണ്, അതായത് മാനേജേഴ്സ്, ഹൈ ലെവലിലുള്ള അവിടെ ഒരു ഹെൽത്തി മാച്ച് ആയിരുന്നു. അതൊരു എപ്പോഴും അവർ, ഷെയ്ഖ് സാല ബോഡി ഗാർഡുകൾ 11 ആളുകൾ, ഷെയ്ഖ് സാലിൻ്റെ കമ്പനിയിലെ മാനേജേഴ്സ് 11 ആളുകൾ, ഇങ്ങനെയാണ് കളിക്കുക. അപ്പം ലക്കിലി ഒരാൾ ഷോർട്ടായിരുന്നു എതിർ ടീമിൽ, അതായത് ഷെയ്ഖ് സാലിൻ്റെ എതിർ ടീം മാനേജേഴ്സ് ടീമിൽ ഒരാൾ അന്ന് വരാൻ പറ്റിയില്ല തോന്നുന്നു. അപ്പം അവർക്ക് 10 ആളേ ഉള്ളൂ, ഒരാളില്ല. അപ്പം അതിലൊരാൾ ഹയാൻ പറഞ്ഞൊരാൾ, സുഹൃത്ത്, ഒരു അറബി, ഈസ് ആക്ച്വലി ഇപ്പം സിറിയായിട്ട്. അദ്ദേഹം ചോദിച്ചു, ആരെങ്കിലും ഈ കളി കാണാൻ വന്ന കൂട്ടത്തിൽ അവർക്കൊരാൾ തയ്ക്കാൻ വേണ്ടി കളിക്കാൻ, ഇസ് ദെയർ എനിബഡി ടു പ്ലേ ഫുട്ബോൾ? അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരും ഞാൻ നോക്കി, അപ്പോൾ ആരും ഒന്നും പറയുന്നില്ല, എല്ലാവരും പേടിച്ചിങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ക്യാൻ പ്ലേ ഫുട്ബോൾ, നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. അതിൽ ഷെയ്ഖ് പറഞ്ഞു ഓക്കെ കം പ്ലേ. അങ്ങനെ ഞാൻ ആ ടീമിൽ, എതിർ ടീമിൽ ഞാൻ കളിക്കുകയാണ്. ഷെയ്ഖ് ഒരു ഭാഗത്ത്, ഷെയ്ഖ് സാല എൻ്റെ ടീം ഒരു ഭാഗത്ത്, മറ്റേ ഭാഗത്ത്. ഒരു 4-5 മിനിറ്റിനിടയിൽ ഞാൻ ആദ്യത്തെ ഗോൾ അടിച്ചു.
എനിക്ക് ഫോർവേഡ് ജോലിയാണ്, മുന്നിൽ ഓടാനുള്ള ജോലിയാണ് തന്നെയാണ്. ഞാൻ ഒരു പയ്യനായതുകൊണ്ട് ഇതിൽ ഓടാലോ എന്ന് അവർ വിചാരിച്ചു. ഞാൻ ഓടി ഞാൻ നാട്ടിലൊക്കെ പെട്ട് ഇപ്പോൾ പുത്തൂര് പാടത്ത് കളിച്ച് ശീലമുണ്ട്. പിന്നെ ക്വാളിറ്റി ടീമിൽ ഞാൻ ഫുട്ബോളിൽ ഞാൻ അങ്ങായിരുന്നു. അപ്പം അതൊക്കെ വെച്ചുകൊണ്ട് ഗോൾ അടിച്ചപ്പം എല്ലാവരും സ്റ്റണ്ടായി നോക്കുക. ഇന്നിങ്ങനെ വലിയ എന്താ ഞാൻ വലിയ ആരെ അടിച്ച പോലെ ഇന്നിങ്ങനെ വാട്ട് യു ഡിഡ്, വാട്ട് ഐ ഡിഡ്, ഹൗ യു ക്യാൻ പുട്ട് എ ഗോൾ അഗൈൻസ്റ്റ് സേഫ്. ഞാൻ പറഞ്ഞു ഇനി problem? You shouldn't do that. Second time, don't do that. If you do, they will kick you from here to Kerala directly. Okay. Then I slow and ഞാൻ എൻ്റെ നാച്ചുറൽ ഗെയിമിൽ നിന്നൊന്ന് പിന്മാറിയിട്ട് മെല്ലെ കളിക്കാൻ തുടങ്ങി. അതിൽ സെക്സാല വന്നിട്ട് ചോദിച്ചു വാട്ട് ഹാപ്പൻ, എന്താ നീ ഓടാത്ത, എന്താ നീ കളിക്കാത്ത? ഞാൻ പറഞ്ഞു യുവറേനസ് ഹയാൻ ടോൾഡ് മീ ഐ ഷുഡ് നോട്ട് പുട്ട് എ ഗോൾ അഗൈൻസ്റ്റ് യു. ഹൂ സെഡ്? വിളിച്ചു. ഹൗ യു സേ ദാറ്റ്? ലെറ്റ് ഹിം പ്ലേ ഹിസ് നാച്ചുറൽ ഗെയിം. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? സിക്സർ. അതിൽ ഒന്നേ ചിരിച്ചു. പക്ഷെ എന്തായാലും ഞാൻ പിന്നെ ഗോൾ അടിച്ചില്ല, കളി കഴിഞ്ഞു. സോ കളി കഴിഞ്ഞ് ഉടൻ എന്നെ ശരിക്ക് വിളിച്ചു. Where are you working? What you are doing? From where you are? ഞാൻ പറഞ്ഞു ഞാൻ ഒരു വർഷമായി നിങ്ങളെ കമ്പനിയിൽ ഐ ആം വർക്കിംഗ് ആസ് എ ക്ലീനിങ് ബോയ്, ബട്ട് ഐ ഹാവ് അറബിക് MA, Arabic BA, MA. I am fully graduate. I can translate Arabic to English, English to Arabic. Okay. And but unfortunately, I got this job. Okay. Then he said, so I have decided to leave now to India back because എൻ്റെ കയ്യിൽ മറ്റു ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ജോലി ഇത് കയ്യില്ല. ഐ കാൻ ഡു നോ. അപ്പോൾ സെക്സാല പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ കമ്പനി, ഒരു ഷിപ്പിംഗ് കമ്പനി തുടങ്ങാൻ പോകുന്നുണ്ട്, സോ ആൻഡ് സോ പ്ലേസ്. നീ പോയിട്ട് അവിടെ മിസ്റ്റർ റോസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷുകാരുണ്ട്, അദ്ദേഹത്തെ പോയി കാണും, ഞാൻ പറഞ്ഞാൽ മതി, യു ക്യാൻ ഗെറ്റ് എ ജോബ് ദർ, ഹി വിൽ ഫിക്സ് യു ദ സൂട്ടബിൾ പോസ്റ്റ്. നെക്സ്റ്റ് ഡേ ഞാൻ നേരെ അവിടെ പോയി ഒരു ഇൻഷുറൻസ് ബില്ലിംഗ് ഫിക്സാലെ പറഞ്ഞ് അവിടെ പോയി മിസ്റ്റർ റോസിനെ കണ്ടു. Hello, yes, Seksala called me. So, okay, you can work as a secretary now because this is a new office. Okay. Later, we will see how we can move. ഞാൻ അവിടെ സെക്രട്ടറി ജോലി ചെയ്തു. സെക്രട്ടറി സംടൈംസ് ഐ ആം മേക്കിംഗ് ടീ ഫോർ മൈ ബോസ് മിസ്റ്റർ റോസ് ഇംഗ്ലീഷ്. അങ്ങനെ അവൻ്റെ പുള്ളിയുടെ സെക്രട്ടറി ആയിട്ടാണ് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. കമ്പനിയുടെ സെക്രട്ടറി. 2 people only. The new company starting, no. Later, പിന്നെ ഒരു വിത്തിൻ 6 months ബിസിനസ് വരുന്നു, ഷിപ്പിംഗ് ലൈൻ ഞങ്ങൾക്ക് കിട്ടുന്നു, പോർട്ട് ഓഫ് ഫുജറ ഞങ്ങൾ ഓഫീസ് അങ്ങോട്ട് മാറുന്നു, അപ്പോഴേക്ക് സ്റ്റാഫിൽ വെക്കുന്നു. അപ്പം പിന്നെ അവിടെ ഞാൻ പറഞ്ഞു ഒരു ക്ലറിക്കൽ ജോബിലോട്ട് എന്നെ മാറ്റി, ഒരു ജസ്റ്റ് പിന്നെ എന്താ പറയുക ബുക്ക് കീപ്പറായിട്ട്. ബട്ട് ഐ ഡോണ്ട് നോ അക്കൗണ്ട്സ് ആക്ച്വലി ബിക്കോസ് ഐ ആം history student. So I don't have commerce, nothing to do for me. അപ്പം ഡെബിറ്റ് എന്താണ് ക്രെഡിറ്റ് എന്താ എനിക്കറിയില്ല. സോ ഐ ടോൾഡ് സെക്സാല I don't know accounts. He told no problem, I will send you somebody to teach you. അങ്ങനെ സെക്സാല ഒരു ഓഡിറ്റർ എനിക്ക് അയച്ചു തന്നു. അങ്ങനെ പിന്നെ ജോർജ് അഭിരാജ്, ഐ ഡു റിമെമ്പർ ദ നെയിം സ്റ്റിൽ, എന്നെ പഠിപ്പിച്ച ആ ഓഡിറ്റർ. അങ്ങനെ ഞാൻ അക്കൗണ്ട്സ് പഠിക്കുന്നു, ABCD of accounts. Basically, I am not accountant. Okay. But a new accountant coming from zero. അങ്ങനെ അസിസ്റ്റന്റ് അക്കൗണ്ടൻ്റായി എന്നെ പ്രൊമോട്ട് ചെയ്തു. പിന്നീട് അവിടെ നിന്ന് ഫുജറ ഭരണാധികാരി റൂള്
when you start a company, you want an accountant who knows Arabic and English. ഓക്കെ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയി. Advantage ആയിരുന്നു. ഓക്കെ കാരണം മോസ്റ്റ് ഓഫ് ദ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആർ അറബിക്. സോ ട്രാൻസ്ലേഷനിലേക്ക് വേണ്ടിയിട്ട് എന്നെ അങ്ങോട്ട് മാറ്റി. സോ I am become a proper accountant from that, from 1984. ഓക്കെ Then promoted me to a finance controller of the Sinus private department. ഓക്കെ പിന്നീട് 1990 we opened Sinus opened a like a Daira Khasa. I mean സൈനസിൻ്റെ പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എന്നെ ഇങ്ങോട്ട് മാറ്റി. ഓക്കെ Then become manager of the company. Later director of the company. Something like that. അതെ ആ ഒരു ഹൈറാർക്കിയിലേക്ക് വന്നു. From cleaning boy, now I am working as a director or manager of private department of the ruler. Yes. Sinus. വെള്ളാധികാരിയുടെ പ്രൈവറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഭാഷാ സമരം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സാറിൻ്റെ ഒരു ലൈഫ് ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഒരു സമത്വത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ട് എപ്പോഴും പോരാടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു. അതൊരു പക്ഷേ രാഷ്ട്രീയമായിട്ടാണെങ്കിലും സാമൂഹികപരമായിട്ടാണെങ്കിലും മനുഷ്യത്വപരമായിട്ടാണെങ്കിലും. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ആ ഒരു പക്ഷേ നമ്മളിപ്പം ലീഗിൻ്റെ നമ്മൾ ലീഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ പേരുകൾ അതിൽ വന്നേക്കാം. പക്ഷെ എങ്കിൽ പോലും ഒരു സജീവ രംഗത്തില്ല. അതെങ്ങനെയാണ് അതിൽ നിന്നൊരു മാറ്റം വന്നത്? See, I'm a Muslim. Yesterday I was watching a TV, Ghulam Nabi Azad. ഗുലാം നബി ആസാദ് അദ്ദേഹത്തിന് സ്പീച്ച് ഉണ്ടായിരുന്നു. ഐ ആം വെരി പ്രൗഡ് ടു സേ ഐ എം എ മുസ്ലിം, ഇന്ത്യൻ മുസ്ലിം എന്ന് പറഞ്ഞ പോലെ I am very proud to say I am a Muslim, Indian Muslim. But I love Hindus, Christians, Sikh, all community. They're all my friends and like my brothers. We have no any difference in religion and in politics. നമ്മൾ ഒരാളെ സഹായിക്കുന്ന കാര്യത്തിൽ നമ്മൾ മതം നോക്കാറേ ഇല്ല. I was always saying to, when I have opportunity, I am saying, my body is a Muslim, but my liver from a Christian, my blood is a Hindu. How I can say that? King's College Hospital the liver transplant നടക്കുകയാണ്. ഞാൻ ലിവർ ട്രാൻസ്പ്ലാന്റ് വേണ്ടി പോയപ്പോഴോ ലണ്ടനിൽ എത്തിയപ്പോഴോ എനിക്ക് ലിവർ തരാം എന്ന് പറഞ്ഞ കക്ഷിയുടെ ലിവർ മാച്ചായി വന്നില്ല. അതായത് സംതിങ് റോങ്. Then I want to find a new donor for my liver. Waiting. That's why it is 8 months took the time for my liver transplant. Finally, normally, പിന്നെ മറ്റൊരാൾക്ക് ലിവർ കിട്ടില്ല ലണ്ടനിൽ. Always there's a people in the queue for the organ, liver or heart or kidney, whatever. നമ്മളെ ഇന്ത്യ പോലെയല്ല, അവിടെ ഒക്കെ നേരത്തെ രജിസ്റ്റർ ചെയ്യും ആളുകൾ. വേണ്ട ആൾക്കാർ കൊടുക്കേണ്ട ആൾക്കാർ മുമ്പേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഒരു കുട്ടി മരിച്ചാൽ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വലിയ സംഭവിച്ചാൽ ആ കുട്ടിയുടെ ലിവർ പോകുന്നത് ആ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്കാണ്. സോ മൈ ഡോക്ടർ ടോൾഡ് മീ, യു ജസ്റ്റ് രജിസ്റ്റർ. ഇഫ് യു ആർ ലക്കി യു ക്യാൻ ഗെറ്റ്. ബട്ട് never happened in the history of London. Okay. But ദൈവം അങ്ങനെ കാരണം മാർച്ച് ആകുമ്പോഴേക്ക് എൻ്റെ ലിവർ കിട്ടിയില്ല എങ്കിൽ I finish. I'm going to die. My liver 90% is out of order. Okay. My doctor told me call everybody. And if you have children, wife, ഞാൻ എല്ലാ കുട്ടികളും വിളിച്ചു. എൻ്റെ ഭാര്യയെ കൊണ്ടുവന്നു, മക്കളെ കൊണ്ടുവന്നു. ഞാൻ എൻ്റെ വസ്തുത്വം എഴുതി വെച്ചു. I am ready to die. Because doctor told me there is no chance to get a liver. So call everybody and be ready to go. This is what exactly the doctor said. But luckily one night before the March, I think February last 28, I think I got a call from King's College Hospital because ഞാൻ കിങ്ങിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി.
somebody died on English family. A boy died in accident. Liver, they are ready to give the liver, donate the liver to you. Are you ready to accept? I'm like, yes, I was waiting for all the years for that only. Okay, be with 1 hour there in the hospital. ഞാൻ ഓടുക, ടാക്സി എടുക്കുന്നു. എൻ്റെ മോൻ ഉണ്ടായിരുന്നു അവിടെ, എൻ്റെ കുട്ടി അവൻ മരിച്ചു. അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അവൻ ഞാനും കൂടി ഹോസ്പിറ്റലിൽ ഓടിയെത്തി. അപ്പം ആൾറെഡി ഐ ആം ലേറ്റ് 30 minutes. Doctor was already you are late. We don't know. 50-50 chance only. Still, are you interested? I said yes. I am ready to take the risk 50-50. അങ്ങനെയാണ് എൻ്റെ ഓപ്പറേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ബ്ലഡ് ഇല്ല, ബ്ലഡ് വേണം, AB പോസിറ്റീവ് ബ്ലഡ്. ദെൻ ഐ കോൾഡ് വേണു എന്ന് പറയുന്ന എൻ്റെ ഈ വീട്ടിൻ്റെ തൊട്ടടുത്ത് താമസിച്ച ഒരു ഒരു വീട്ടുകാരുണ്ട്, എൻ്റെ ഫ്രണ്ട്. അവരവിടെ ഉണ്ട് ലണ്ടനിൽ. ഐ കോൾഡ് അമീൻ കോൾഡ് ആൻഡ് ടോൾഡ് AB പോസിറ്റീവ് ബ്ലഡ് വേണം. ദേ അറേഞ്ച് ബ്ലഡ്, വേണുവിൻ്റെ അതുപോലെ സുഹൃത്തുക്കളെ ബ്ലഡ്. സോ ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ് a Christian liver and Hindu blood, Muslim body. Yes. That is what I am. So, there is no religion. Yes. ഓക്കെ. സോ നമ്മൾ പിന്നീട് വരുമ്പോൾ KMCC ആണ്. ഇപ്പോൾ KMCC എന്ന് വെച്ചാൽ ഒരു പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു ത്യാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സഹായത്തിൻ്റെയൊക്കെ മുഖമാണ്. പക്ഷേ എപ്പോഴും നിങ്ങളൊരു സ്ലീപ്പിംഗ് പാർട്ണറാണ് പല പ്രോഗ്രാമിലും. നമ്മളൊരു വലുതായിട്ട് കേൾക്കുന്നില്ല. പക്ഷേ ഈ കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും എല്ലാവരും അതിശയത്തോടു കൂടി നോക്കിക്കണ്ടതാണ് KMCC എന്ന് പറയുന്നത്. അറിയാത്ത ആൾക്കാരും കൂടി കണ്ടതാണ് നിങ്ങളുടെ പ്രവർത്തനം. ഒരു പക്ഷേ UAEയുടെ ഭരണാധികാരികൾ പോലും പകച്ചു നിന്ന സമയത്താണ് KMCC വളരെ സജീവമായിട്ട് അവരൊക്കെ ഞെട്ടിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിയത്. അപ്പം എങ്ങനെയാണ് ഈ KMCCയുടെ ഒരു പ്രവർത്തനം? KMCC is not we are not first time doing this kind of job, okay? But now only recognized, ഇപ്പോഴാണ് റിയലൈസ് ആയത് what is KMCC. Okay, before we are doing the same work, because we believe we are here in the world to help each other. സോ സർ, നാട് പുത്തൂരാണെന്ന് പറഞ്ഞു. ഇപ്പം നാട്ടിൽ ആരൊക്കെയാണുള്ളത്? നാട്ടിൽ ആരുമില്ല. വീട്ടിൽ വൈഫ് ഇവിടെയാണ്. പക്ഷെ വൈഫ് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകും. കാരണം എൻ്റെ മകൻ ഞാൻ പറഞ്ഞില്ല തോന്നുന്നു, 2013 അവനും ഫ്രണ്ട്സുകളും ഇവിടെ ഈ ഹിൽട്ടൻ്റെ ഈ ബീച്ചിൽ കുളിക്കാൻ പോയപ്പോൾ അന്ന് വളരെ എന്താ പറയുക, റഫ് കടലായിരുന്നു അന്ന്. അവിടെ മോശപ്പെട്ട ദിവസം, കാറ്റും കോളൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. നമ്മളവരോട് മുന്നോട്ട് വരട്ടെ, എങ്ങോട്ടും പോകണ്ടെന്ന് പറഞ്ഞാണ്. പക്ഷേ ഞാൻ ദുബായിൽ പോലെ KMCCൻ്റെ പരിപാടിക്ക് പോയി. ഞാൻ അവിടെ വൈകിയ വന്നത്. ഞാൻ വൈകി വന്നു, പെട്ടെന്ന് പറഞ്ഞ് രാവിലെ ഞാൻ ചായക്ക് നോക്കുമ്പോൾ മോനെ എവിടെ ചോദിച്ചപ്പോൾ ഒന്നായിട്ട് അവരെ ഒരു ഫ്രണ്ട്സുകൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നിരുന്നു. അവർ കുളിക്കാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ വെയിറ്റ് ചെയ്തു. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ ബ്രേക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. ഏതൊക്കെ സാധാരണ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരും അവനന്ന് ദുബായിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിക്കുന്നത്, MBAക്ക് പഠിക്കുകയാണ്. അപ്പം അവൻ അന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി 25-ാം തീയതി ആണല്ലോ, December 25th ആഘോഷിക്കാൻ വേണ്ടി അവൻ്റെ ഫ്രണ്ട്സുകൾ കൂടെ ഇവിടെ വന്നതാണ്. അപ്പോൾ വെളുക്കാൻ കാലത്ത് അവർ എന്താണെന്ന് വെച്ചാൽ 6 മണിക്കാണ് കുളിക്കാൻ, 6-6:30 മണിക്ക് കുളിക്കാൻ വേണ്ടി പോയി. 7 മണിക്കാണ് ഞാൻ അവന് ചോദിക്കണം. 7:10 എനിക്ക് ഫോൺ കോൾ വരികയാണ്, അമീനെ കാണാനില്ല കടലിൽ. അപ്പോഴേ ഞാൻ അതിൻ്റെ അവൻ കടലിൽ ഇങ്ങനെ കുളിക്കാൻ പോയിട്ട് അങ്ങനെ പെട്ടുപോയി. ഞാൻ അവിടെ ചെന്നപ്പോഴേക്ക് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ അവരൊക്കെ രക്ഷപ്പെട്ടു, അവൻ രക്ഷപ്പെട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേക്ക് അവൻ മരിച്ചിരുന്നു. അവനായിരുന്നു എന്നെ നോക്കാൻ ഹോസ്പിറ്റലിൽ ലണ്ടനിലുണ്ടായിരുന്നത്. അന്ന് ഡോക്ടർ ചോദിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ, ഹോസ്പിറ്റലിൽ പിന്നെ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ ഒരു 50-50 ചാൻസ് ഉള്ളൂ. വല്ലതും സംഭവിച്ചാൽ ആരാണ് ഇത് റെസ്പോൺസിബിൾ, ആരാണ് ഈ ബോഡി കൊണ്ടുപോകുക എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, ഐ വിൽ ടേക്ക് കെയർ മൈ പപ്പ. ഇഫ് സംതിങ് ഹാപ്പൻ ഐ വിൽ ടേക്ക് ഹിസ് ബോഡി ഫ്രം ഹിയർ ടു ഇന്ത്യ, ഡോണ്ട് വറി അബൌട്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. ആ മോൻ്റെ ഡെഡ് ബോഡി ആയിട്ട് അവസാനം എനിക്ക് നാട്ടിൽ പോകേണ്ടി വന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ
ഒരു വിധി. ജീവിതത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കാരുണ്യം തരുമ്പോഴത്തേക്കും ദൈവം എന്തെങ്കിലും ഒരു പരീക്ഷണം, ഒരുപാട് പരീക്ഷണങ്ങൾ അതിജീവിച്ചു. അപ്പോൾ അത് മറ്റൊരു പരീക്ഷണമായിരുന്നു. അതൊക്കെ ഞാൻ മറക്കുന്നു. ഇതുപോലെയുള്ള പൊതുപ്രവർത്തനങ്ങളെ കൊണ്ട് ഞാൻ ചിന്ത അങ്ങോട്ട് കൊടുക്കാതെ ചിന്ത ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുമ്പോൾ ചെയ്യണം. അതെ അതെ അതെ. നമ്മൾ പൊതുരംഗത്ത് നിൽക്കുമ്പോഴും നമ്മൾ ഏത് രംഗത്ത് നിന്നാലും, അത് ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സാമൂഹിക മേഖലയിൽ നിന്നാൽ പോലും, നമുക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫാമിലിയാണ്. നമുക്ക് ആ കിട്ടുന്ന ഒരു പിന്തുണ തന്നെയാണ് ഒരു പക്ഷേ നമ്മളുടെ മുന്നോട്ടുള്ള ലൈഫിൽ നയിക്കുന്നതും. അപ്പം എങ്ങനെയാണ് ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ളൊരു പിന്തുണയാണെങ്കിലും മക്കളുടെ ഭാഗത്തു നിന്നുള്ളൊരു പിന്തുണയാണെങ്കിലും ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ളത്? Yeah, they always supported me, but ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും പരിഭവങ്ങളും പരാതികളേ ഉണ്ടാവുള്ളൂ. അത് കൃത്യസമയത്ത് കിട്ടില്ല. ഞാനൊക്കെ മിക്കവാറും രാത്രി കാലങ്ങളിൽ 3 മണിക്കൂർ 4 മണിക്കൂർ എടുക്കാൻ കാലത്തൊക്കെയാണ്. അപ്പോൾ ദുബായിൽ, ഉബൽ കുവൈൽ, അജ്മാനിലൊക്കെ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ നേരം 3 മണിയൊക്കെ ആവും. അപ്പോൾ ബാഗിൽ മുട്ടുമ്പം അവൾക്ക് ഉണ്ടാകുന്ന ദേഷ്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ കൊച്ചു പരിഭവങ്ങളും പരിവേദനകളൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ഇപ്പം മകൻ മരിച്ച ശേഷം ഭാര്യ ആ മാനസിക വിഭ്രാന്തിയിൽ നിന്ന് മോചിതമായിട്ടില്ല. ഇപ്പോഴും സീസ് അണ്ടർ സൈക്കാട്രിസ്റ്റിൻ്റെ ഇതിലാണ്. അതുകൊണ്ടാണ് 6 മാസം നാട്ടിലും ഇവിടെ വന്നിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോഴും സീസ് അണ്ടർ ട്രീറ്റ്മെൻറ്റ്. അവർക്ക് ഉറങ്ങാൻ കഴിയില്ല, ഇല്ലാത്ത അവസ്ഥ. അപ്പം ഒരു മകനുണ്ട്, രണ്ട് പെൺമക്കൾ അല്ലേ? അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? ചെറിയ മോൻ ഇപ്പം BBA കഴിഞ്ഞു. ഇപ്പം ജോലിക്ക് വേണ്ടി നോക്കുകയാണ്. പക്ഷേ എൻ്റെ അടിയിൽ പകൻ ഒരു സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനെ കുറിച്ചാണ് പോകുന്നത്. മകള് ഷീസ് എ ഫാഷൻ ഡിസൈനർ. ആൻഡ് അവൾ ഒരു ബുത്തിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ ബുത്തിക് കഫേ എന്ന് പറഞ്ഞ വേറെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഷീസ് വർക്കിംഗ് ഇൻ HR ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ ഓഫ് ദ സ്കൂൾ ഹിയർ. അങ്ങനെ പോകുന്നു. പിന്നെ മൂത്ത മകള് അമേരിക്കയിൽ ചിക്കാഗോയിൽ ഹസ്ബൻഡിൻ്റെ കൂടെ അവിടെ ജീവിക്കുന്നു. പ്രവാസ ജീവിതം ഇതൊക്കെ തന്നെയാണ് ഇത്ര വർഷം കൊണ്ടുവന്നത്. ഇപ്പം സാറിനാൽ ഒരുപാട് പേർക്ക് കടപ്പാടുണ്ടാവും സാറിനോട്. കാരണം പല ജീവിതത്തിലും പലരും താങ്ങായി മാറിയിട്ടുണ്ട് അപ്രതീക്ഷിത നിമിഷങ്ങളിൽ പോലും. അപ്പോൾ അങ്ങനെയാണെങ്കിലും സാർ ഇത്ര വർഷം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാർ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും സാറിന് ആരോടെങ്കിലും കടപ്പാടുണ്ടോ, അല്ലെങ്കിൽ നന്ദി പറയാൻ ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നന്ദി പറയാൻ എന്നെ ആക്കിയ ഈ സമൂഹത്തോട് എനിക്ക് കടപ്പാടുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ 12 years I am the president. I am elected as a president of Indian Social Club Fujairah. The last 20 years I am working as a president of UAE KMCC National Committee. അപ്പോൾ ഇതൊക്കെ സമൂഹം എനിക്ക് നൽകുന്ന ഈ ആദരവ് എനിക്ക് ഓരോടൊക്കെ ഈ പറയുന്ന ജനങ്ങളോട്, നമ്മളെ ഇന്ത്യക്കാരോട്, എൻ്റെ KMCCക്കാരോട് ഇവരൊക്കെ എനിക്ക് കടപ്പാട്. അതിലധികം എനിക്ക് ജീവിതം തന്ന, അല്ലെങ്കിൽ ജീവിക്കാൻ വീണ്ടും സൗകര്യങ്ങൾ ഒരുക്കി തന്ന ഫുജൈറ ഭരണാധികാരിയോട്, ഇവിടുത്തെ ഗവൺമെൻറ്റിനോട്, ഇവിടുത്തെ സർക്കാരിനോട് ഒക്കെ എനിക്ക് കടപ്പാടുണ്ട്. ഒരുപാട് ആൾക്കാർ കടപ്പാടുണ്ട്. എന്താണ് ഇനി ബാക്കി നിൽക്കുന്ന ആഗ്രഹങ്ങൾ? Still I want to help the people. If any opportunity, I never miss the opportunity to help. This is what. So it will continue. എൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. That's all. ആഗ്രഹം പോലെ തന്നെ യാത്ര തുടർന്നുകൊണ്ടിരിക്കട്ടെ. ആ യാത്രയിൽ ഒരു പക്ഷേ ഒരുപാട് പേർക്ക് തണലായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനിയും ഒരുപാട് പേർക്ക് ഒരു പക്ഷേ ജീവിതങ്ങൾ തുടങ്ങാനും ജീവിതത്തിൽ വലിയ തണലാകാനും സാറിന് കഴിയും. ഇനിയുള്ള യാത്ര ഒരു പക്ഷേ ഈ മനസ്സിലെ എല്ലാ വിഷമങ്ങളും മാറില്ല ഒരിക്കലും. പക്ഷേ എങ്കിൽ പോലും അതിനൊക്കെ ഒരു ബദലാകാൻ ഈ ഒരു സാമൂഹിക പ്രവർത്തനവും ഈ ഒരു ഹ്യൂമൻ സോഷ്യൽ ആക്ടിവിറ്റിയും ഒക്കെ സാറിന് തുണയാകും. ഇനിയും മുന്നോട്ട് ഒരുപാട് നാൾ ആരോഗ്യത്തോടെ തന്നെ യാത്ര ആഗ്രഹിക്കുന്ന പോലെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും തന്നെ ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിനും വളരെയധികം നന്നായി തന്നെ നമ്മുടെ മനുഷ്യൻ ഹൃദയത്തെ സ്പർശിക്കുന്നത് പോലെ സംസാരിച്ചതിനും ഒരുപാട് നന്ദി. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. താങ്ക് യു.